ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്റ്റാൻഡ് വിത്ത് കോട്ടായാലോ? സ്റ്റാൻഡ് പേപ്പർ വിത്ത് കോട്ട്. അപ്പോൾ എല്ലാം ആയില്ലേ? അപ്പോൾ എല്ലാം ആയി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. എനിക്ക് കുറച്ചും കൂടി നന്നാവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യുക? അതല്ല എങ്കിൽ മറവിയുള്ളവർക്കൊക്കെ എന്താണ് ഈ സ്റ്റാൻഡ് വളരെ വളരെ ഉപകാരപ്പെടും. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ എടുത്തിട്ട് വലത് തിരിഞ്ഞ് ഇടതും മാറി വലത് ചിരിഞ്ഞ് എന്ന് പറഞ്ഞ പോലെ വലത്തോട്ട് ഇടത്തോട്ട് ബാക്കൊക്കെ സൈഡൊക്കെ മുൻപിലോട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? മടക്കിയെടുക്കുക. ചുരുക്കത്തിൽ ഇവിടെ ഞാൻ എന്ത് എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കളർ പേപ്പറാണ്. കളർ പേപ്പർ ഇല്ലാത്തവർ എന്ത് ചെയ്യുക? ന്യൂസ് പേപ്പർ എടുത്തോളൂ. ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ അല്ലേ, ഒരു വൈക്ക് പോവല്ലേ, അങ്ങ് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കളർ പേപ്പർ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ നമ്മളെ വീട്ടിൽ കണ്ടുന്ന പരസ്യത്തിന് പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക? മടക്കിയെടുക്കുക. സ്ക്വയർ പേപ്പർ ആയിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു നിബന്ധന കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ച് മടക്കിയെടുക്കുക. പിന്നെ ഇതിന് നമുക്ക് വേറെ ഗ്ലൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് സിമ്പിൾ പരിപാടി. രണ്ട് പേപ്പറും ഒരു മഷി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇടവേള ആനന്ദകരമാക്കാൻ മഞ്ജു വേണം. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ആവശ്യമുള്ള ഒരു കോഡ്സ് എഴുതി വെക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും എഴുതാം. ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. അതല്ല എങ്കിൽ നമുക്ക്